നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ഒന്ന്, മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ കാണാൻ ഒരുങ്ങുകയാണ് PV അൻവർ. ലീഗ് നേതാക്കളോട് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. TMCയെ മുന്നണിയിലെടുക്കുന്ന കാര്യം UDF-ൽ ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്കും ഒരു തീരുമാനത്തിലേക്കും ഒക്കെ പോവുക? ക്രിസ്റ്റീന, ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ കൂടി കാണാൻ വേണ്ടി PV അൻവർ അനുമതി തേടിയിരിക്കുന്നത്. ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്നിവരോട് അൻവർ അനുമതി തേടിയത്. എന്നാൽ മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഇന്ന് അവർ സമയം നിലവിൽ നൽകിയിട്ടില്ല. ഏതായാലും ഇന്നലെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അൻവറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ള ഒരു കാര്യം അൻവറിനെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടൽ. അതായത് മുസ്ലിം ലീഗിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് UDF-ലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും ഒരു കാര്യവുമാണ് PV അൻവർ ലീഗ് നേതാക്കളോട് ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു TMC എന്നുള്ള നിലയിൽ UDF-ൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളുടെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിനെ സ്വാധീനപ്പെടുത്തി അതിൽ ലീഗ് സമ്മർദ്ദത്തിൽ കോൺഗ്രസിനെ കൂടി വാങ്ങിപ്പിച്ചുകൊണ്ട് UDF-ലേക്ക് പ്രവേശിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ എന്നുള്ള ഒരു ആവശ്യവുമായി അൻവർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തി ഉയർന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പിന്തുണ നൽകണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിപ്പോ രണ്ടാം തവണയാണ് അൻവർ ഇക്കാര്യമായി ലീഗിനെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നത്. സമീറ, ഒരു കാര്യം കൂടി, ഈ മുന്നണി പ്രവേശം എന്നതിലുപരി ഒരു സ്ഥാനാർത്ഥിത്വ മോഹമൊക്കെ അൻവറിന്റെ മനസ്സിലുണ്ടാവും. ഇപ്പൊ തന്നെ കോൺഗ്രസിൽ നിരവധി പേരാണല്ലോ ഒരു സ്ഥാനാർത്ഥിത്വ മോഹവുമായി അവരുടെ ഒരു ആഗ്രഹം അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച കൂട്ടത്തിൽ സ്ത്രീകളെയും പരിഗണിക്കണം എന്നൊക്കെ മലപ്പുറം DCC ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പ്രഥമ പരിഗണന മത്സരിക്കുന്ന കാര്യത്തിൽ അൻവർ നൽകില്ല. കാരണം എങ്ങനെയെങ്കിലും UDF-ലേക്ക് പ്രവേശിക്കുക, അതുവഴി അൻവർ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, അങ്ങനെ ആ ഒരു തരത്തിലായിരിക്കും അൻവറിന്റെ തീരുമാനം. ഒരു തരത്തിലും UDF-മായി സഹകരിക്കാൻ അല്ലെങ്കിൽ UDF-ൽ എടുക്കുന്നില്ല എങ്കിലായിരിക്കും അടുത്ത ഒരു ഓപ്ഷൻ പ്ലാൻ B എന്നുള്ള നിലയിൽ ഒരുപക്ഷെ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് അൻവർ പോവുക. അങ്ങനെയെങ്കിൽ ആത്മാഭിമാനത്തോടെ കൂടി തോൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അൻവർ ഉദ്ദേശിക്കുക. മാത്രമല്ല കോൺഗ്രസിന് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ അത്തരത്തിലുള്ള സമ്മർദ്ദമൊക്കെ അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു പ്രഥമ പരിഗണന എന്നുള്ള നിലയിൽ TMC ആദ്യഘട്ടത്തിൽ തന്നെ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകില്ല. മറിച്ച് അതൊരു സമ്മർദ്ദ തന്ത്രമായാണ് ഈ അൻവർ പയറ്റുന്നത് എന്നുള്ളതാണ് തൃണമൂൽ നേതാക്കളിൽ നിന്നും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ മുന്നണി പ്രവേശനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഒരു UDF മുന്നണി പ്രവേശത്തിൽ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ PV അൻവർ അനുമതി തേടി ഇന്ന് ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്.